ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ സംസ്ഥാന ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് കേരളം ഉറ്റുനോക്കുന്ന ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. 2026 ജൂൺ 19 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച യു.ഡി.എഫ് സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്നു. 5 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പകൾ, വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, റബ്ബർ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കൽ, തീരദേശ വികസനത്തിനായുള്ള മിഷൻ സമുദ്ര എന്നിവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യു.ഡി.എഫ് സർക്കാരിന്റെ ഈ ആദ്യ ബജറ്റ് പുതുയുഗ കേരളം എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള വികസന മാതൃകയ്ക്കാണ് അടിത്തറയിടുന്നത്. സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിനൊപ്പം ജനക്ഷേമത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത്. കേരളത്തെ ഒരു തുറമുഖാധിഷ്ഠിത നിക്ഷേപ സൗഹൃദ സമ്പദ് വ്യവസ്ഥയായി മാറ്റുക എന്നതാണ് ഈ ബജറ്റിന്റെ പ്രധാന പ്രഖ്യാപനം. നിലവിൽ സംസ്ഥാനം നേരിടുന്ന 20,500 കോടിയുടെ റവന്യൂ കമ്മിയെന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൃത്യമായ ധനമാനേജ്മെന്റിലൂടെയും പുതിയ നിക്ഷേപങ്ങളിലൂടെയും ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ബജറ്റ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഈ ബജറ്റിന്റെ സവിശേഷതയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പ്രഖ്യാപിച്ച ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും. കർഷക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. ഇത് മലയോര മേഖലയിലെ കർഷകർക്ക് വലിയ ആശ്വാസമാകും. പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സാർ, തദ്ദേശ സർക്കാരുകൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സാർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് 9000 രൂപയിൽ നിന്ന് 12000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിൻ്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്. മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സാർ, കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി
ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിൻ്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിൻ്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെയും അശരണരുടെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൗൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികളുടെ ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെൻ്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിൽ 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിനുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിൻ്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിൻ്റെ പ്രതിദിന ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീരസാന്ത്വനം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. തുറമുഖ വികസനത്തിന് ഈ ബജറ്റിൽ വലിയ ഊന്നലാണ് നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ വ്യവസായ ഇടനാഴികളും നിക്ഷേപങ്ങളും കൊണ്ടുവരാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. ഇതിനൊപ്പം പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പാക്കുന്നതിനായി ഗ്രീൻ എനർജി പദ്ധതികൾക്കായി വലിയ തുക നീക്കിവച്ചിട്ടുണ്ട്. വരുമാന കമ്മി ഉയർന്നു നിൽക്കുന്ന കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും കൃത്യമായ വികസന കാഴ്ചപ്പാടും ജനക്ഷേമവും സമന്വയിപ്പിച്ച ഒരു ബജറ്റാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ബജറ്റിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ധവളപത്രം വികസനക്ഷേമ പദ്ധതികളിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരുതരം മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. സർക്കാരിൻ്റെ സ്വാഭാവിക ബാധ്യതകളുണ്ട്. ആ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ചു കാട്ടുക, വരവിൽ ഉണ്ടാകുന്ന വർധനവ് മറച്ചു പിടിക്കുക, ഇതൊക്കെ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ
ബജറ്റുകളിലെ വകുപ്പുകൾക്കുള്ള അലോക്കേഷൻ വലിയ വ്യത്യാസമില്ലാതെ പുനഃക്രമീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് കേരളമാകെ ഒരു നവകേരള സ്വപ്നം ഒന്നാണെന്താണ്, അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമുണ്ട്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ബജറ്റിലെ LDF അവതരിപ്പിച്ച ബജറ്റിലെ കാര്യങ്ങൾ പലതും ആവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പോലുള്ളവ അതിൻ്റെ ഉദാഹരണങ്ങളായി കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേര് മാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കേരളം അടുത്ത കാലത്തായി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിലൂടെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ തുറന്നു സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും ഇതിനകത്ത് കാണാനില്ല. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുൻ സർക്കാരിന്റെ സാമ്പത്തിക കൊടുക്കാര്യസ്ഥതയിൽ രൂക്ഷ വിമർശനം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ബജറ്റാണ് പ്രഖ്യാപിച്ചതെന്ന് P. രാജീവ് കുറ്റപ്പെടുത്തി. നീതി പുലർത്തിയിട്ടില്ല എന്നാണ് കാണുന്നത്. അതിൽ ഗൗരവമായൊരു വ്യതിയാനം വന്നിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്നുള്ളത്. നമ്മുടെ ധാതു സമ്പത്ത് ക്രിട്ടിക്കൽ മിനറലിലേക്ക് വാല്യൂ അഡീഷൻ നടത്തുന്നതിനുള്ള ഒരു പുതിയ സംവിധാനമായി കേരളമാണ് ആദ്യമായി ഒരു ബജറ്റിനകത്ത് അത് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് യൂണിയൻ ബജറ്റിനകത്തും അത് ഇടം തേടുകയുണ്ടായി. എന്നാൽ നമ്മുടെ ബജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു KMML, അതുപോലെ തന്നെ IRE, കെൽട്രോൺ, NDTVC, ഈ ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഫെറസുമായി ബന്ധപ്പെട്ട ഈ മിനറൽസിലെ പ്രധാനപ്പെട്ട സ്ഥാപനം, ഇവയുമായി ചേർന്നിട്ടുള്ള പൊതുമേഖല അധിഷ്ഠിതമായ ഒരു പദ്ധതി അതിനകത്തായിരിക്കും കേന്ദ്രീകരിക്കുന്നത് എന്ന് കണ്ടിരുന്നു. അതിൽ സ്വകാര്യ മൂലധനത്തെ കൂടി ആകർഷിക്കും, സ്വകാര്യ മൂലധനവുമായി ചേർന്നിട്ടായിരിക്കും എന്ന ഒരു പ്രഖ്യാപനം ഇതിനകത്ത് വരികയുണ്ടായി. അപ്പോൾ നേരത്തെ ഈ 3 സംവിധാനങ്ങൾക്ക് മുൻകൈയുള്ള ഒന്ന്, അതിനകത്ത് മറ്റെന്തൊക്കെ വേണമെന്നുള്ളത് ആ ഘട്ടങ്ങളിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്വകാര്യ മൂലധനത്തിലേക്ക് വിട്ടുകൊടുക്കാനും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ധനകാര്യ ഉപമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് KMML ഉൾപ്പെടെയുള്ള ആ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനും ധാതു സമ്പത്ത് പൂർണ്ണമായും കൊള്ളലാഭം തട്ടിയെടുക്കുന്നതിന് വേണ്ടി കൈവിട്ടു കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനമായിട്ട് വേണം കാണാൻ. 2, ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ചില പേരുകൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇൻവെസ്റ്റ് കേരള എന്നായിരുന്നു, ഇപ്പോൾ അത് ഇൻവെസ്റ്റ് കേരളം, അത് മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കാം. ഞങ്ങൾ കേരള ബ്രാൻഡായിരുന്നു, ഇപ്പോൾ ബ്രാൻഡിങ് കേരള. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ കൗതുകകരമായി തോന്നിയത് ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അധ്യക്ഷനും വ്യവസായ വകുപ്പ് മന്ത്രി ഉപാധ്യക്ഷനുമായിട്ട് ഒരു പുതിയ ബോർഡ് രൂപീകരിക്കുമെന്നാണ്. എന്നാൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ നിയമസഭ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനും മറ്റ് ബന്ധപ്പെട്ട റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പുകളുടെ മന്ത്രിമാർ വൈസ് ചെയർമാനുമാരായിട്ടുള്ള ഒരു ബോർഡ് രൂപീകരിക്കാനുള്ള നിയമം കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അതിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ചീഫ് സെക്രട്ടറി നയിക്കുന്ന വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി കൺവീനറായിട്ടുള്ള അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. അപ്പോൾ കേരള നിയമസഭ നിയമത്തിലൂടെ പാസ്സാക്കിയ ഒന്നാണ് പുതിയ ഒന്ന് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലാകെ ഒരു മാറ്റം, അതിൽ നിയമസഭ പാസ്സാക്കി ഇന്ന് സംസ്ഥാനത്ത് നിലവിലുള്ള നിയമത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനാണ് മുഖ്യമന്ത്രിക്കൊപ്പം.
മറ്റ് മന്ത്രിമാർ വൈസ് ചെയർമാൻമാരാണ്. ഇതിൽ മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി ഉപാധ്യക്ഷനുമായിട്ട് സമിതി. അപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഒന്ന് തരം താഴ്ത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നല്ലാതെ നിലവിലുള്ള നിയമത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമായ കാര്യമല്ല. അതേപോലെ തന്നെയാണ് MSMEകൾ 10,000 MSME പുതുതായിട്ട് ആരംഭിക്കും. അതിന് 100 കോടി ചെലവഴിക്കും. അത് വേണ്ടത്ര കാഴ്ചപ്പാടോ ഇല്ലാതെയുള്ള പ്രഖ്യാപനമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ MSME മേഖല ശക്തിപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 2 പദ്ധതികൾ ഓൺഗോയിങ് ആണ്. ഒന്ന് മിഷൻ 1000, മറ്റൊന്ന് മിഷൻ 1 lakh. മിഷൻ 1000 ഏകദേശം 544 MSMEകൾ അവർ തെരഞ്ഞെടുത്ത് 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുന്ന പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ മിഷൻ 1 lakh എന്നുള്ളത് 1 ലക്ഷം MSMEകളെ 1 കോടി ടേൺ ഓവറുള്ള MSMEകളായിട്ട് ഉയർത്താനുള്ള പദ്ധതിയുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായി 10,000 MSMEകൾ 100 കോടി ചെലവഴിച്ച് ആരംഭിക്കലാണോ, അതോ ഈ പദ്ധതികൾക്ക് കൂടുതൽ ശക്തി മറുകിക്കൊണ്ട് നിലവിലുള്ള MSMEകളുടെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്കെയിലപ്പ് ചെയ്യാനുള്ള പദ്ധതി ആയിരുന്നു? അതാണ് കേരളത്തിലുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും ബഡ്ജറ്റിനകത്ത് കാണാൻ കഴിയുന്നില്ല. അതുപോലെ മൊത്തം അലോക്കേഷൻ നോക്കുമ്പോൾ ഏകദേശം 302 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട് വ്യവസായ മേഖലയെ സംബന്ധിച്ച്. ഐടിയും കൂടിയായിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ 400 കോടിയോളം കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകും എന്ന് പറയുമ്പോൾ തന്നെ ഈ മാറ്റമുണ്ട്. പിന്നെ ജെൻസി ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് വിവരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഉള്ളത് തന്നെയാണ്. അവർ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രം കൊടുത്ത ഫണ്ടിനേക്കാൾ പകുതിയിൽ കുറവാണ് ഇപ്പോൾ മൊത്തം ടെക്നോളജിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. പിന്നെ പൊതുമേഖല ഉൾപ്പെടെയുള്ള ലാൻഡ് പൂളിംഗ് ഉപയോഗിക്കും. അത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും ആ ലാൻഡ് നമ്മൾ പൂൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതിൽ വളരെ കൃത്യമായിരുന്നു ഏത് പൊതുമേഖലയുടെ ലാൻഡാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന പണം ആ പൊതുമേഖലയുടെ ആധുനികവൽക്കരണത്തിന് ശക്തിപ്പെടുത്തലിനുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ട്രാക്കോ കേബിളിൻ്റെ സ്ഥലം ഇപ്പോൾ ഇൻഫോ പാർക്കിന് നൽകി. മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തിൻ്റെ കൈമാറ്റം ലീസിലൂടെയൊക്കെ ലഭിക്കുന്ന പണം പൂർണ്ണമായിട്ടും ആ പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ആ കാഴ്ചപ്പാട് കാണുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ആ പണം വിൽക്കുക, ഖജനാവിലേക്ക് മുതൽ കൂട്ടുക എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. പൊതുമേഖലയെക്കുറിച്ചുള്ള പൊതുവായ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ബജറ്റ് പ്രസംഗത്തിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായും അതിനെ കൈയൊടിയുന്ന ഒരു സമീപനമാണ് ഈ ബജറ്റിനകത്ത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപനങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യം, ഇപ്പോൾ കാഷ്യൂ ഒറ്റ ടേം സെറ്റിൽമെന്റ് നടപ്പിലാക്കും. അത് കഴിഞ്ഞ 4 കൊല്ലമായിട്ടുള്ളതാണ്. ബാങ്കുകൾ നോട്ട് ചെയ്യാൻ ഓരോ വർഷം പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. തൊഴിലാളികൾക്ക് പുതുതായി ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പിലാക്കും. അത് കേരളത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ പുതുക്കിയ ബജറ്റ് പ്രസംഗമാണെങ്കിലും ഇത് പുതിയത് എന്ന രൂപത്തിലാണ് പലതും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വിപണിയുടെ പകുതി പണം ഗവൺമെന്റ് വഹിക്കും. അതും നിലവിലുള്ള സ്കീം തന്നെയാണ്. അന്താരാഷ്ട്ര കമ്പോളത്തിലേക്ക് കയറെത്തിക്കും. ഇപ്പോൾ തന്നെ വാൾമാർട്ട്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ഇവരേക്കെല്ലാം കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ആ പദ്ധതികൾ തന്നെയാണ് പുതിയ പേരിട്ട് ആരംഭിച്ചിട്ടുള്ളത്. വ്യത്യാസം സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്നു. പൊതുമേഖലയുടെ ഭൂമി അത് പൊതുമേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അടിസ്ഥാന കാഴ്ചപ്പാട് മാറുന്നു. ലാൻഡ് പൂളിംഗ് വലിയൊരു കാഴ്ചപ്പാടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ചട്ടം പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇൻഫോ പാർക്കിന്റെ 3ാമത്തെ സ്റ്റേജ് ലാൻഡ് പൂളിംഗ് വഴിയാണ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കാൻ 1000 കോടി രൂപ വായ്പ എടുക്കുന്നതിന് വേണ്ടി കിൻഫ്രയ്ക്ക് കഴിഞ്ഞ ബജറ്റിനകത്ത് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ബജറ്റ് പ്രസംഗത്തിനകത്ത് അത് കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യവസായ മേഖല ശക്തിപ്പെടുത്താനുള്ള ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഇതാണ് പൊതുവെ ഈ ബജറ്റിൽ വ്യവസായ മേഖലയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേസമയം വിമർശകർക്ക് മറുപടിയുമായി ബജറ്റിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ നിർണായക വാർത്താ സമ്മേളനം നടത്തി. നമുക്കറിയാം, സർക്കാർ വെച്ച ധവളപത്രത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു യഥാർത്ഥ ചിത്രം ഉണ്ടായി. ആ സമ്പദ് വ്യവസ്ഥ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ,
കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവര് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് പ്രായം, നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ള ഒരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമായ പഠനം, ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് കേരളത്തെ, മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികൾ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.